സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. അഥ പഞ്ചവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തദാത്മനഃ പൂജാം വിജ്ഞായ വിഹതാം നൃപ. ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യച്യുകോപസ. ഗണം സാംവർത്തകം നാമ മേഘാനാം ചാന്തകാരിണാം. ഇന്ദ്രപ്രാചോദയൽ ക്രുദ്ധോ വാക്യം ചാഹേശമാന്യുത. അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം. കൃഷ്ണം മർത്യമുപാശ്രിത്യ യേ ചക്രുർദേവഹേളനം. യഥാദൃഢൈ കർമ്മമയൈ ക്രതുഭിർനാമ നൗനിഭൈ. വിദ്യാമാന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം. കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാ മേ ചക്രുരപ്രിയം. യേഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാധ്മായിതാത്മനാം. ധുനിത ശ്രീമധസ്തംഭം പശൂൻ നയത സംക്ഷയം. അഹം ചൈരാവതം നാഗം ആരുഹ്യാനുവ്രജേ വ്രജം. മരുദ്ഗണൈർമഹാവീരൈർനന്ദഘോഷ്ടജിഘാംസയാ. ശ്രീശുക ഉവാച. ഇത്തം മഖപദാജ്ഞപ്താ മേഘാ നിർമുക്തബന്ധനാ. നന്ദഗോകുലമാസാരേ പീഡയാമാസുരോജസാ. വിദ്യോതമാനാ വിദ്യുദ്ഭിः സ്തനന്തസ്തനയിത്നുഭിः. തീവ്രൈർമരുദ്ഗണൈർനുന്നാ വപുർഷുർജലശർക്കരാ. സ്ഥൂണാ സ്ഥൂലാ വർഷധാരാ മുഞ്ചൽസ്വഭ്രേഷ്വഭീക്ഷണശാ. ജലൗഖൈ പ്ലാവ്യമാനാ ഭൂർനാദൃശ്യത നതോന്നതം. അത്യാസാരാദിവാതേന പശവോ ജാതവേപനാ. ഗോപാ ഗോപ്യശ്ച ശീതാർത്താ ഗോവിന്ദം ശരണം യയു. ശിരസ്തുതാംശ്ച കായേന പ്രച്ഛാദ്യാസാരപീഡിതാ. വേപമാനാ ഭഗവതഃ പാദമൂലമുപായയു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗാ ത്വന്നാഥം ഗോകുലം പ്രഭോ. ത്രാതുമർഹസി ദേവാൻ നഃ കുപിതാൽ ഭക്തവത്സല. ശിലാവർഷനിപാതേന ഹന്യമാനമചേതനം. നിരീക്ഷ്യ ഭഗവാൻ മേനെ കുപിതേന്ദ്രകൃതം ഹരി. അപർത്വത്യുർബണം വർഷം അതിവാദം ശിലാമയം. സ്വയാഗേ വിഹതേസ്മാഭിരിന്ദ്രോ നാശായ വർഷതി. തത്ര പ്രതിവിധിം സമ്യഗാത്മയോഗേന സാധയേ. ലോകേശമാനിനാം മൗഢ്യാദ് ഹരിഷ്യേ ശ്രീമദം തമഃ. നഹി സദ്ഭാവയുക്താനാം സുരാണാമീശ വിസ്മയ. മത്തോ സദാം മാനഭംഗ പ്രശമായോപകൽപ്പതേ. തസ്മാത് മത്സരണം ഗോഷ്ഠം മന്നാഥം മത്പരിഗ്രഹം. ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിത. ഇത്യുക്തൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാജലം. ദധാര ലീലയാ കൃഷ്ണ ഛത്രാഗമിവ ബാലക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥാഹ ഭഗവാൻ ഗോപാൻ ഹേ അംബതാദ വ്രജൗകസാ. യഥോപജോഷം വിശദ ഗിരിഗർത്തം സഗോധനാ. നത്രാസ ഇഹ വഃ കാര്യോ മദ്ഹസ്താദ്രിനിപാതനേ. വാതവർഷഭയേനാലം തൽത്രാണം വിഹിതം ഹിവ. തഥാ നിർവിവിശുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസാ. യഥാവകാശം സധനാ സവ്രജാ സോപജീവിന. ശുതൃഡ്വ്യഥാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിः. വീക്ഷ്യമാണോ ദദാവദ്രിം സപ്താഹം നാചലത്പദാത്. കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോതിവിസ്മിത. നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപ്പ സ്വാന്മേഘാൻ സംന്യവാരയൽ. ഖം വ്യഭ്രമുദിതാദിത്യം വാതവർഷം ച ദാരുണം. നിശാമ്യോ പരദം ഗോപാൻ ഗോവർദ്ധനധരോ ബ്രവീത്.
निर्यादा त्यजदत्रासं गोपाः सस्त्रीधनार्भगाः उपारदं वादवर्षं विदप्रायाश्च निम्नगाः ततस्ते निरयुर्गोपाः स्वं स्वम् आदाय गोधनं शकटोढोपकरणं स्त्रीबालस्तविरा शनैः भगवानपि तं शैलं स्वस्थाने पूर्ववल् प्रभु पश्यतां सर्वभूतानां स्थापयामास लीलया तं प्रेमवेगान्यभृता व्रजौकसो यथा समीयुः परिरम्भणादिभिः गोप्यश्च सस्नेहमपूजयन्मुदा दध्यक्षताद्भिर्युयुजुः सदाशिष यशोदारोहिणी नन्दो रामश्च बलिनाम्बर कृष्णमालिङ्ग्य युयुजु आशिषः स्नेहकादरा दिवि देवगणा साध्या सिद्धगन्धर्वचारणा तुष्टुवुन्मुमुजुस्तुष्टा पुष्पवर्षाणि पार्थिव शङ्खदुन्दुभयो नेदुं दिवि देवप्रणोदिताः जगुर्गन्धर्वपदयः स्तुम्बुरुः प्रमुखा नृप ततोऽनुरक्तै पशुपै परिश्रितो राजन् सगोष्ठं सबलो व्रजत् हरि तथा विधान्यस्य कृतानि गोपिका गायन्त्य येयुन्मुदिता हृदि स्पृश सर्वं श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे पञ्चविंशतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् आदाले शमनिशं प्रतिभावयामि। ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 25-ാം അധ്യായം. ഗോവർദ്ധനോദ്ധാരണം. ശ്രീശുഖൻ പറഞ്ഞു, തനിക്ക് പതിവായി നടത്താറുള്ള യാഗം കൃഷ്ണൻ മുടക്കിയത് കണ്ട് ഇന്ദ്രന് അതിയായ കോപമുണ്ടായി. അദ്ദേഹം നാശകാരികളായ സംവർത്തക മേഘങ്ങളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഐശ്വര്യം കൊണ്ട് മർത്തരായ ഗോപന്മാർ എന്താണിപ്പോൾ ചെയ്തത്? മർത്തനായ കൃഷ്ണന്റെ വാക്കു വിശ്വസിച്ചുകൊണ്ട് അവർ ദേവന്മാരെ അവമാനിച്ചിരിക്കുന്നു. യാഗയജ്ഞങ്ങളാകുന്ന കൊതുമ്പുവെള്ളത്തിൽ കയറി സംസാര സാഗരത്തെ തരണം ചെയ്യാമെന്ന് കരുതി ആത്മവിദ്യയെ കൈവെടിഞ്ഞതിന് സമാനമാണ് അവരുടെ ഈ പ്രവൃത്തി. വാചാലനും ഗർവിയും ബാലിശനും പണ്ഡിതനുമെന്ന് സ്വയം കരുതുന്നവനുമായ കൃഷ്ണനെ ആശ്രയിച്ചായിരിക്കാം ഗോപന്മാർ ദേവരാജനായ എനിക്ക് അഹിതം പ്രവർത്തിച്ചത്. നിങ്ങൾ ഐശ്വര്യം കൊണ്ട് മത്തരും കൃഷ്ണവചസ്സുകൾ കേട്ട് അഹങ്കരിക്കുന്നവരുമായ ഗോപന്മാരെയും അവരുടെ ഗോക്കളെയും ഇല്ലാതാക്കുവിൻ. ഞാൻ ഐരാവതത്തിന് പുറത്തു കയറി ബലവാന്മാരായ മരുത്തുക്കളോടൊത്ത് നരന്മാരെ നശിപ്പിക്കുന്നതിനായി ഉടൻ തന്നെ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ശിശുവൻ പറഞ്ഞു, ദേവേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട മേഘങ്ങൾ അതികഠിനമായി വർഷിച്ച് ഗോകുലത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. മേഘഗർജനം കൊണ്ട് അന്തരീക്ഷം സദാ ശബ്ദമുഖരിതമായി തീർന്നു. തുടരെ തുടരെ മിന്നലും കാണപ്പെട്ടു. കൊടുങ്കാറ്റിൻ്റെ സഹായത്തോടുകൂടി മേഘങ്ങൾ കൽകർഷങ്ങളെന്ന പോലെ വർഷിക്കുവാൻ തുടങ്ങി. പ്രളയസമാനമായ വർഷം കൊണ്ട് ഉന്നത പ്രദേശമേത് താഴ്ന്ന പ്രദേശമെന്ന് ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെയായി. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് ആർത്തരായ ഗോകുലനിവാസികൾ കൃഷ്ണനെ ചെന്ന് ശരണം പ്രാപിച്ച് ഇങ്ങനെ പറഞ്ഞു: കൃഷ്ണ കൃഷ്ണ, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ. നീയല്ലാതെ ആരും തന്നെ ഞങ്ങൾക്ക് ആശ്രയമില്ല. യാഗം മുടങ്ങിയതുകൊണ്ട് ദേവേന്ദ്രൻ കഠിനമായി കോപിച്ചിരിക്കുന്നു. പ്രകാരമെല്ലാം സംഭവിക്കുന്നത് ഇന്ദ്രൻ്റെ വിക്രിയകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: അപത്വർത്തുൽബണം വർഷമതിവാദം ശിലാമയം സ്വയാഗേ നിഹതേസ്മാഭിരിന്ദ്രോ നാശായ വർഷതി തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ യോഗേശമാനിനാം മൗഢ്യാത് ഹരിഷ്യേ ശ്രീമദന്തമ. ഇന്ദ്രൻ യാഗം തടസ്സപ്പെടുത്തിയതിന് പകരം ചോദിക്കുകയാണ്. ലോകേശനെന്ന് അഹങ്കരിക്കുന്ന ഇന്ദ്രൻ്റെ ഗർവിനെ ഞാൻ ആത്മവൈഭവം കൊണ്ട് ഇല്ലാതാക്കുന്നുണ്ട്. സത്വഗുണയുക്തരായ ദേവന്മാർ ഒരിക്കലും ഇതുപോലെ അഹങ്കരിക്കുവാൻ പാടില്ല. ആശ്രിക ഗുണങ്ങളോടുകൂടിയവരുടെ അഹങ്കാരം ഞാൻ അപ്പോൾ തന്നെ ശമിപ്പിക്കാറുണ്ട്. എന്നെ ശരണം പ്രാപിച്ച് നിങ്ങളെ രക്ഷിക്കുക എന്നത് എൻ്റെ ഒരു ദൃഢവ്രതമാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഒരു ബാലൻ കൂണെന്ന പോലെ ഒറ്റക്കൈ കൊണ്ട് പൊക്കിയെടുത്തു. അനന്തരം അദ്ദേഹം ഗോപന്മാരോട് പറഞ്ഞു:
നിങ്ങളെല്ലാം ഗോക്കളോടുകൂടി ഈ പർവ്വതത്തിൻ്റെ ഗർത്തത്തിൽ വന്ന് നിന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഈ പർവ്വതം താഴെ വീഴുമെന്ന് നിങ്ങളാരും ഭയക്കേണ്ടതില്ല. കൊടുങ്കാറ്റിൽ നിന്നും പേമാരിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാവുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ഇത് കേട്ട് ഗോപഗോപി വൃന്ദം ഗോക്കളോടുകൂടി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നു. ഇന്ദ്രൻ 7 നാൾ തുടർച്ചയായി പേമാരി ചൊരിയിച്ചു. അത്രയും നാൾ അവരവിടെ വിശപ്പും ദാഹവും കൂടാതെ കഴിഞ്ഞു വന്നു. കൃഷ്ണൻ്റെ പ്രഭാവം കണ്ട് ഇന്ദ്രൻ്റെ അഹങ്കാരം നശിച്ചുപോയി. അദ്ദേഹം ഉടനെ മേഘങ്ങളെ തിരികെ വിളിച്ചു. കാർമേഘങ്ങൾ മാറി പേമാരി നിലച്ചപ്പോൾ ആകാശം വെയിൽ നിറഞ്ഞതായിത്തീർന്നു. അപ്പോൾ കൃഷ്ണൻ ഗോപന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഇനി നിങ്ങൾ ധൈര്യമായി മടങ്ങിപ്പോയാലും നദിയിലെ വെള്ളം കുറഞ്ഞിരിക്കുന്നു, മഴക്കാറുകൾ നീങ്ങിയിരിക്കുന്നു. ഇത് കേട്ട ഗോപഗോപീജനങ്ങൾ സന്തോഷത്തോടുകൂടി യാത്ര തിരിച്ചു. സർവരും നോക്കി നിൽക്കെ തന്നെ ഭഗവാൻ ആ പർവ്വതേന്ദ്രനെ യാതൊരു പ്രയാസം കൂടാതെ ഇറക്കി താഴെ വെച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന ഗോകുലവാസികൾ കൃഷ്ണനെ വാരിപ്പുണർന്നു. പാൽ നെയ്യ് മുതലായവ കൊണ്ട് പൂജിക്കുകയും ചെയ്തു. ബലരാമൻ, നന്ദഗോപർ, യശോദ, രോഹിണി മുതലായവർ കൃഷ്ണനെ ഗാഠഗാഠം പുണർന്ന് അനുഗ്രഹവാക്കുകൾ ചൊരിഞ്ഞു. കൃഷ്ണൻ്റെ അത്ഭുത വിക്രമങ്ങൾ ദേവന്മാരും രക്ഷഗന്ധർവ കിന്നരാദികളും ആകാശത്തു നിന്നും അദ്ദേഹത്തെ സ്തുതിക്കുകയും പുഷ്പവൃഷ്ടി ചൊരിയുകയും ചെയ്തു. നാനാവാദ്യങ്ങൾ മുഴക്കി അവർ കൃഷ്ണമാഹാത്മ്യത്തെ പ്രകീർത്തിച്ചു. ഗോവർദ്ധനോദ്ധാരണം മുതലായ ലീലകൾ പാടുന്ന ഗോപീവൃന്ദങ്ങളാൽ ചുറ്റപ്പെട്ടവനായ കൃഷ്ണൻ സ്വഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു. ഇതോടുകൂടി 25-ാമത്തെ അധ്യായം അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.